നമസ്കാരം. നമ്മുടെ ഈ കാലഘട്ടത്ത് ഈ നെഗറ്റീവ് ശക്തികൾ ഒരുപാട് മനുഷ്യരെ ട്രാപ്പ് ചെയ്ത് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ശരിക്കും ഈ കാലഘട്ടത്തിന്റെ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ തിന്മയിൽ സുഖിച്ചു നിൽക്കുന്നവരും അല്ലെങ്കിൽ ആ തിന്മയിൽ കാര്യങ്ങൾ നേടി ആ വഴിയിൽ പോകുന്നവരെല്ലാം ശരിക്കും ദൈവം തന്നെ അവരെ അതാത് വഴിക്ക് തന്നെ അഴിച്ചു വിട്ടു എന്ന രീതിയിലാണ് എന്നോട് പറയുന്നത്. എന്നാൽ നന്മയിൽ വരണം, നല്ലതാകണം, ദൈവവുമായ ഒരു ബന്ധം അല്ലെ ദൈവത്തോടടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇനി ഈ കാലഘട്ടത്ത് ദൈവം ഒരു ഉയർച്ചയും വളർച്ചയും കൊടുക്കുകയുള്ളൂ. മറ്റുള്ള ആത്മാക്കളെല്ലാം ദൈവം തന്നെ അവരുടെ വഴിക്ക് വിട്ടുകളയുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജുകളൊക്കെ വിടുമ്പോൾ ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ കേട്ടിട്ട് ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അപ്പോഴേ അങ്ങ് ഉപേക്ഷിക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതിയിലും ശൈലിയിൽ തന്നെ ജീവിക്കുക എന്ന് പറയേണ്ട കാരണം ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ ഈ മെസ്സേജുകൾ വിടുമ്പോൾ ശരിക്കും ആ ദൈവത്തോട് അടുക്കണം, അല്ലെ ദൈവം പ്ലാൻ ചെയ്ത ചില ആത്മാക്കൾക്ക് മാത്രമേ എന്റെ ഈ മെസ്സേജുകൾ ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം അവരുടെ ആത്മാവ് അത് ഗ്രഹിക്കുകയും ആ ദൈവത്തോട് അടുക്കാനായിട്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നെഗറ്റീവിൽ സുഖിച്ചു നിൽക്കുന്ന ആ വ്യക്തികൾക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും ശരിക്കും ആ ദൈവത്തോട് അടുക്കണം, അല്ലെങ്കിൽ ആ ദൈവത്തോട് അല്ലെങ്കിൽ ആ ഭൂമിയിലൊരു നേർവഴിക്കൊരു ജീവിതം വേണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. ഇവൻ എന്തോ പൊട്ടത്തരം പറയുന്നതേ തോന്നുള്ളൂ. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വഴിക്ക് അങ്ങ് പൊക്കിക്കൊള്ളുക. ഇത് കേട്ടിട്ട് ഇറിറ്റേഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ഇപ്പൊ ഞാൻ പറയുന്ന വിഷയം ശരിക്കും നമ്മുടെ മാതാപിതാക്കളും കുട്ടികളും അവരുടെ ബന്ധം എങ്ങനെയായിരിക്കണം. കാരണം ഇനിയുള്ള കാലഘട്ടത്ത് മൊത്തം തലമുറകളും നശിപ്പിച്ചുകൊണ്ട് ഈ നെഗറ്റീവ് ശക്തികൾ മുന്നേറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ശരിക്കും ദൈവികമായി നിൽക്കുകയും ആ ദൈവത്തോടൊപ്പം ആ നേരും നെറിയോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ ഉപകാരം വരും. അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ രീതി അനുസരിച്ച്, ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ശരിക്കും മാതാപിതാക്കളും കുട്ടികളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് പോലെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഒരു കണക്കിന് അത് ശരിയാണ്. കാരണം കാര്യ പ്രാപ്തി ഉള്ളവരും വകതിരിവ് തിരിച്ചറിയാവുന്ന ആ ഒരു ലെവലിലുള്ള മക്കളുമായിട്ടൊക്കെ മാതാപിതാക്കൾ ഫ്രണ്ട്സ് പോലെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ ഒരു അറിവോ വളർച്ചയോ ഇല്ലാതെ നെഗറ്റീവ് സൈഡിലോട്ട് ചാഞ്ഞ്, അതായത് നെഗറ്റീവ് ലെവലിലേക്ക് പോകുന്ന മക്കളുമായിട്ടൊക്കെ മാതാപിതാക്കൾ ഫ്രണ്ട്സ് ലെവലിലായാൽ നമ്മൾ കാണിക്കുന്ന തെറ്റിനൊക്കെ ഇപ്പൊ ഒരു സുഹൃത്തിന്റെ അടുത്ത് ഇഷ്ടപ്പെടാതെ വരുമ്പോഴത്തേക്കും അവന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുകയും ചിലപ്പോൾ ഒരു അടിയെ കൊടുക്കും. അത് ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധമാണ്. അപ്പം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളെയും അങ്ങനെയുള്ള ലെവലിൽ തെറ്റായ രീതിയിൽ പോകുന്ന കുട്ടികളെയൊക്കെ ഫ്രണ്ട്സ് പോലെ കണ്ടാൽ അവർ ഫ്രണ്ട്സ് പോലെ തിരിച്ച് പ്രതികരിക്കും. ചിലപ്പോൾ നല്ല ചീത്ത വിളിച്ചെന്നിരിക്കും, ചിലപ്പോൾ ഒരു അടിയൊക്കെ തന്നിരിക്കും. അപ്പൊ അതും കൂടെയൊക്കെ വാങ്ങിക്കാൻ തയ്യാറാകണം. എന്നാൽ നേരും നെറിയോട് പോകുകയും പോസിറ്റീവായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടികളോട് അല്ലെങ്കിൽ അങ്ങനെ ആ ലെവലിൽ നിൽക്കുന്ന മക്കളോട് മാതാപിതാക്കൾ അല്പ ഫ്രണ്ട്സ് പോലെയൊക്കെ പെരുമാറുന്നത് കൂടുതൽ അവർക്ക് മാനസിക വളർച്ചയ്ക്കൊക്കെ ഗുണകരമാകും. അപ്പൊ അങ്ങനെയുള്ള മക്കളെ അല്ലെങ്കിൽ കുട്ടികളെ വാർത്ത് ആക്കിയിട്ട് വേണം നമ്മൾ അവരോട് ആ ഒരു ലെവലിലേക്ക് ഇടപെട്ട് പോകാൻ, അതൊരു പരുവം കഴിഞ്ഞതിന് ശേഷം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഇപ്പൊ ദൈവം പറയുന്നത് കുട്ടികൾ ഒരിക്കലും ജനിച്ച ഉടനെ അത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ഒന്നും അറിഞ്ഞൂടാത്തൊരു കാലഘട്ടത്ത് വളർന്നു വരുന്ന ഒരു കുട്ടി ഓരോ കാര്യങ്ങളെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് വന്നതിന് ശേഷമാണ് ഒരു കുട്ടി ശരിക്കും പറഞ്ഞാൽ തെറ്റായി പോകുന്നത്. അല്ലാതെ ഒരു കുട്ടി ജനിക്കുമ്പോഴേ അവന്റെ മനസ്സ് തെറ്റായിട്ടല്ല ജനിക്കുന്നത്. അവൻ നിഷ്കളങ്കമായ രീതിയിൽ അമ്മ എന്തെങ്കിലും കൊടുക്കുന്നു, അപ്പോൾ വാ തുറക്കുന്നു, കഴിക്കുന്നു. ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ നിഷ്കളങ്കമായി കരയും. അപ്പോഴത്തന്നെ എടുത്ത് താലോലിച്ചാൽ അപ്പോഴത്തന്നെ അമ്മയെ സ്നേഹിക്കും, അച്ഛനെ സ്നേഹിക്കും. ഇങ്ങനെയുള്ള ഒരു കൊച്ചു കുട്ടിയെ ശരിക്കും നശിപ്പിച്ച് കളയുന്നത് ഈ മാതാപിതാക്കളും നമ്മുടെ ഈ സമൂഹവുമാണെന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ സമൂഹം അത്രയും തലതിരിഞ്ഞു പോയി, ഇതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ തലതിരിഞ്ഞു പോയ സമൂഹമാണ് നല്ലത് എന്നാണ് ഈ തലതിരിഞ്ഞ ഈ കാലത്തെ സമൂഹത്തിന് തോന്നുള്ളൂ. കാരണം അവർക്ക് ആർക്കും ദൈവീക വ്യവസ്ഥകളോ ദൈവം പ്രപഞ്ചം വെച്ചിരിക്കുന്ന ആ രീതികളൊന്നും ഈ കാലഘട്ടത്തിൽ ആർക്കും അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം വെറും മണ്ടത്തരമായിട്ടേ അവർക്ക് തോന്നുള്ളൂ. അപ്പൊ അങ്ങനെ തോന്നുന്നവർ അവരുടെ മക്കളിലൂടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അനുഭവിച്ച് പഠിക്കുന്നതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചം അങ്ങനെയാണ് ഈ കാലഘട്ടത്തെ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അവരുടെ ആ അവസരങ്ങളിലൂടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെയും അവരുടെ ജീവിത രീതിയിലൂടെയൊക്കെ തന്നെയാണ് ശരി തെറ്റും പഠിപ്പിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ ദൈവത്തിന്റെ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ഗ്രന്ഥങ്ങളിലൂടെയും പഴയ ആചാര്യന്മാരിലൂടെയൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നോക്കുക.
ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന മണ്ടത്തരത്തിന്റെ ഫലങ്ങളെല്ലാം ഇവിടെ കിടന്ന് അനുഭവത്തിലൂടെ നമ്മളത് പഠിക്കും. ഈ രണ്ട് രീതിയിൽ ഇവിടെ പഠനം നടക്കും. അപ്പൊ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതിയും ഒക്കെ ക്രമപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഈ കഷ്ടത്തിലൂടെ അല്ലെങ്കിൽ അനുഭവത്തിലൂടെ കരഞ്ഞ് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ എന്റെ ഈ മെസ്സേജ് കേട്ടിട്ട് തള്ളിക്കളയുന്നവർക്ക് ആ രീതിയിൽ പഠനം ഉണ്ട്, അതിൽ മാറ്റമൊന്നുമില്ല. കാരണം അവരുടെ ഭൂമിയിലിട്ട് തന്നെ പല രീതിയിലും പല കഷ്ടത്തിലൂടെ ചിലപ്പം 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത്രയും നാളത്തെ ഫലം അന്ന് അനുഭവിക്കുന്നത്. അപ്പൊ അന്ന് കിടന്ന് കരഞ്ഞ് വിളിക്കും. പക്ഷെ എന്നിലൂടെയും ഇതൊക്കെ മനസ്സിലാക്കുന്നവർ അവരുടെ ജീവിത രീതി ശൈലി മാറ്റിയാൽ അവർക്ക് ഈ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്ക് സുഖമായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം. പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇത് മക്കളും കുടുംബക്കാരും തമ്മിലുള്ള അല്ലെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഈ കുട്ടികൾ ഒരിക്കലും ജന്മനാൽ തെറ്റിപ്പോകുന്നില്ല. അവർ കാണുന്ന കാഴ്ചയും അവരനുഭവിക്കുന്ന അനുഭവത്തിലൂടെയും അറിവുകൾ പഠിച്ച് ഇപ്പൊ നമ്മൾ കുടുംബത്തിൽ തന്നെ കാണുന്നുണ്ട്. ഈ അച്ഛനായാലും അമ്മയായാലും കുടുംബത്തിൽ കിടന്ന് ഭയങ്കരമായ വഴക്കും ബഹളവും ആടി ഈടി ഇതൊക്കെ നടത്തി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൊ അവരുടെ മക്കൾ ഇത് കണ്ട് വളർന്ന മക്കളുടെ മനസ്സും അതേപോലെ ആയിരിക്കും. മൃഗീയമായി കിടന്ന് മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു പ്രത്യേകതര മാറ്റം ഇതിലൂടെ അല്ലെങ്കിൽ ഒരു ഷോക്ക് പോലെ ഇത് വരികയും ഈ സമയത്ത് ചില നെഗറ്റീവ് ശക്തികൾ കുട്ടികളുടെ മനസ്സിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ കാരണം ആരാണ്? ഈ മാതാപിതാക്കൾ. ഇനി ചില മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും. എന്നിട്ട് അവരുടെ വീട്ടിൽ അതിഭയങ്കരമായ രീതിയിൽ അഭിനയിച്ച് മക്കളുടെ മുന്നിൽ വളരെ സ്നേഹം നടിച്ചും സ്നേഹത്തോടുകൂടിയൊക്കെ പെരുമാറുന്നു. അവരുടെ വിചാരം നമ്മുടെ ഈ പെരുമാറ്റം കണ്ട് നമ്മൾ അവരുടെ അടുത്ത് ഇടപെടുന്നത് കണ്ട് ഈ കുട്ടികൾ നല്ല രീതിയിൽ വരും എന്നാണ് അവരുടെ മറ്റൊരു രീതി, മറ്റൊരു ചിന്ത. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു രഹസ്യമുണ്ട് ഇതിനകത്ത്. ഒരിക്കലും ഇങ്ങനെ ജീവിക്കുന്ന ഇപ്പൊ നമ്മൾ കാണുന്ന മിക്ക കുടുംബത്തിൽ അങ്ങനെയാണ്. കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സുഹൃത്തുക്കളെ പോലെ ഇടപെടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിലെ തത്വം ഈ വ്യക്തികൾ പല കാര്യത്തിലും തെറ്റായ രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ എന്റെ മക്കളും ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ പിള്ളേരുടെ അടുത്ത് ഓവറായിട്ട് സ്നേഹം നടിച്ചും ഫ്രണ്ട്സ് പോലെയും ഉപദേശിച്ചും ഒക്കെ പോകുന്നത്. അപ്പൊ ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ഈ ഉപദേശം കേട്ടും നമ്മുടെ ഇടപെടൽ കണ്ടും നമ്മുടെ മക്കൾ നേരായ രീതിയിൽ വരും എന്നാണ് വിചാരം. ഇതൊരു സ്വാർത്ഥ ചിന്തയാണ്. അത് നമുക്ക് ഇങ്ങനെ ജീവിക്കുകയും ചെയ്യണം, നമ്മുടെ മക്കൾ ഭാവിയിൽ വരുമ്പോൾ നല്ല മക്കളായി വളരുകയും ചെയ്യണം. അത് ഒരിക്കലും സംഭവിക്കില്ല. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയും ഇങ്ങനെയൊക്കെ ജീവിക്കുകയും ചെയ്യുമ്പോൾ പുറമേ ഭയങ്കര മാന്യനായിട്ടും ഭയങ്കര നല്ലവനായിട്ട് നടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കംപ്ലീറ്റ് തെറ്റായ രീതിയിലും ദുഷിച്ച ചിന്തകളും മറ്റ് പല കള്ളത്തരങ്ങളും നമ്മളിൽ ഉള്ളെങ്കിലും നമ്മളിതെല്ലാം മറച്ചു വെച്ച് നമ്മൾ പുറമെ അഭിനയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയും ഇത് അവര് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ പോസിറ്റീവ് മാത്രമേ കാണുള്ളൂ. ഞാൻ ഇങ്ങനെ സൗമ്യമായി സംസാരിക്കുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പുറമേ ഒന്നും ആരുമൊന്നും അറിയിക്കുന്നില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. ഇവരിതെല്ലാം രഹസ്യത്തിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പുറമേ ഈ അഭിനയങ്ങളാണ് പുറകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അഭിനയിച്ചാലും ഈ വ്യക്തിയുടെ ആത്മാവ് നശിച്ച് പോവുകയും അവന്റെ അകത്തുള്ള നെഗറ്റീവ് ശക്തികൾ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പവർഫുള്ളായ നെഗറ്റീവ് ശക്തികൾ സ്വാഭാവികമായിട്ടും അവരുടെ രക്തബന്ധങ്ങളായ മക്കളിലേക്ക് ആ നെഗറ്റീവ് ശക്തികൾക്ക് സ്വാധീനം ഉണ്ട്. അവരങ്ങോട്ട് പോയിരിക്കും, പ്രവർത്തിച്ചിരിക്കും. ഇത് തിരിച്ചറിയുന്നില്ല. നമ്മൾ ഈ പുറമേ ഉള്ള അഭിനയവും പുറമേ ഉള്ള ആ ഒരു നല്ല പിള്ള ചമഞ്ഞുള്ള ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിലും നമ്മുടെ മനസ്സ് നെഗറ്റീവ് ആയാൽ അതേ നെഗറ്റീവ് സ്വന്തം മക്കളെ ബാധിക്കുമെന്ന് ഈ മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മക്കളിലൂടെയും ഇതേപോലെ അഭിനയങ്ങളും കാര്യങ്ങളും തിരിച്ചും കാണിക്കും. ചുരുക്കം പറഞ്ഞാൽ മാതാപിതാക്കൾ അഭിനയിക്കുന്നു, മക്കളും മാതാപിതാക്കളോട് അഭിനയിക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. രണ്ടുപേരെ അകവും നെഗറ്റീവാണ്. എപ്പോഴെങ്കിലും ഇത് പൊളിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ വാർത്തകളായിട്ടും ഇതായിട്ടൊക്കെ പുറമെ അറിയുമ്പോൾ എന്തെങ്കിലും ഇത് പൊളിഞ്ഞു വരുമ്പോഴാണ്. ഇത് ചിലപ്പോൾ ഉടനെ പൊളിയുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ സമയത്ത് അവന്റെ ഒരു കുടുംബ ജീവിതമൊക്കെ ആയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഈ മകൾ ഇത്തിരി പ്രായപൂർത്തിയൊക്കെ ആയ ഒരു ലെവൽ വരുമ്പോഴാണ് മൊത്തം ഈ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഭയങ്കരമായ ഷോക്ക് ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി വരുന്നത്. അപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന അത്രയും നെഗറ്റീവ് ശക്തികൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ മാക്സിമം പോസിറ്റീവ് ആകുക. ഇപ്പൊ മാതാപിതാക്കൾ പോസിറ്റീവ് ആയാൽ എങ്ങനെ മക്കൾ പോസിറ്റീവ് ആകും എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനുള്ള മറുപടിയാണ് ഈ പറയുന്നത്. നമ്മുടെ അകമേ ഉള്ള ആ നെഗറ്റീവ് എനർജി നമ്മുടെ രക്തബന്ധങ്ങളെ സ്വാധീനിച്ചിരിക്കും. നമ്മൾ അവരെ കൂടിയ സ്കൂളിൽ ചേർത്തത് കൊണ്ടോ വളരെ നല്ല ഒരു സാറിന്റെ കീഴിൽ പഠിക്കാനാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ നല്ലൊരു ഫ്രണ്ട്സ് വലയത്തിലേക്ക് നമ്മൾ അവരെ ആക്കിയത് കൊണ്ടോ നല്ലൊരു പ്രൊഫഷണൽ തിരഞ്ഞെടുത്ത് കുറെ പണം മുടക്കി നമ്മൾ ആക്കിയത് കൊണ്ടോ നമ്മളിലുള്ള നെഗറ്റീവ് അവരിലുണ്ട് എന്ന സത്യം നിങ്ങൾ മറക്കരുത്.
അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ പുറമെ അവരെ കാണിച്ചാലും അവരുടെ ഉള്ളിൽ ഇരിക്കുന്ന നെഗറ്റീവ് അവരെ ഏതെങ്കിലും വഴിയിലൂടെ തലതിരിച്ചു കൊണ്ടേയിരിക്കും, അതിന് മാറ്റമില്ല. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ മാക്സിമം പോസിറ്റീവ് ആവുക. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ അകത്തെ പോസിറ്റീവ് എനർജിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ ആ പോസിറ്റീവ് എനർജി സ്വന്തം രക്തബന്ധങ്ങളായ മക്കളെയും സ്വാധീനിക്കും. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജിയാണ് കൂടി വരുന്നതെങ്കിൽ പുറമേ ഒന്നും കാണാൻ പറ്റില്ല. പുറമേ നല്ല വൃത്തിയായിരിക്കും, വെടിപ്പായിരിക്കും, രണ്ടു നേരം കുളിക്കും, നല്ല കാണാൻ സൗമ്യനായിരിക്കും, ഭയങ്കരതായിരിക്കും, അച്ചടക്കവും ഭയങ്കരമൊക്കെ പുറമേ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അകമേ ഉള്ള രഹസ്യത്തിൽ ചെയ്യുന്ന പല നെഗറ്റീവ് കാര്യങ്ങൾക്കും അവന്റെ ഉള്ളിൽ നെഗറ്റിവിറ്റി വളർന്നുകൊണ്ടിരിക്കുന്നതിനെ നമ്മുടെ മക്കളെ ബാധിക്കുന്നുള്ള ആരും തിരിച്ചറിയുന്നില്ല. പലരും തിരിച്ചറിയുന്നില്ല. ഈ സത്യങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാലേ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആയാൽ നമ്മുടെ പോസിറ്റീവ് എനർജി നമ്മുടെ മക്കളെ സ്വാധീനിക്കും. അങ്ങനെയുള്ള മക്കൾ തെറ്റായ ഒരു ജനത്തിന്റെ ഇടയിൽ വളർന്നാലും, തെറ്റായ ഒരു അല്ലെങ്കിൽ തലരിഞ്ഞു പോകുന്ന ഒരു സുഹൃത്ത് വലയത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ പോലുള്ള ഒരു സ്കൂളിൽ പഠിച്ചാലോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫഷനിലോട്ട് പോയാലോ അവിടെ എത്ര തെറ്റായ ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി അവരെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവരിലും ആ പോസിറ്റീവ് ഉണ്ടായിരിക്കും. അവർക്ക് അതിൽ താല്പര്യം തോന്നൂല. അവർക്ക് ചില തടസ്സങ്ങൾ കാരണം അത് ആ ലെവലിലോട്ട് ജീവിക്കാൻ പറ്റൂല. അവർ എപ്പോഴും പോസിറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ദൈവം എന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ പോസിറ്റീവ് എനർജീസ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്? മാതാപിതാക്കളായ നമ്മൾ പോസിറ്റീവായി ഇവിടെ ജീവിക്കുമ്പോൾ ഇത് കണ്ട് അതിലൂടെ വരുന്ന പോസിറ്റീവ് എനർജീസ്, ആ ശക്തികൾ നമ്മുടെ മക്കളെയും സ്വാഭാവികമായിട്ടും നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം നമ്മളിൽ ഇരിക്കുന്ന നെഗറ്റീവ് എനർജി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മക്കൾ ഇന്നടത്ത് പഠിക്കുന്നു, അവിടെ പഠിക്കുന്നു, സമയസമയം ഫീസ് കൊടുക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെ ഇവിടെ കാണിക്കുന്ന വീട്ടിൽ കാണിക്കുന്ന തോന്നിവാസങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് കാണിക്കുന്ന അവിഹിത പരിപാടി ഇതൊന്നും ആരും അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ടും സ്വാധീനിച്ചും കൊണ്ടും പല നെഗറ്റീവ് ശക്തികളുണ്ട് എന്ന സത്യം മറക്കരുത്. ഇതേ നെഗറ്റീവ് ശക്തികൾ നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി ശല്യം ചെയ്തിരിക്കും, അവരെയൊക്കെ ട്രാപ്പ് ചെയ്തിരിക്കും. കാര്യം ഇവർ നമ്മളെ ട്രാപ്പ് ചെയ്ത് നമ്മളകത്ത് വരുന്നതേ അടുത്ത ആത്മാക്കളെ പിടിക്കാനാണ്. അപ്പൊ മാതാപിതാക്കളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ അവരുടെ നിയന്ത്രണത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നെഗറ്റീവ് ശക്തികൾ നോക്കുന്നത് ഇവനിലൂടെ, രക്തബന്ധത്തിലൂടെ. അതുകൊണ്ടാണ് ഈ പാരമ്പര്യ ശാപം, മുൻ തലമുറ അച്ഛനമ്മമാർ ചെയ്തതിന്റെ പാപത്തിന്റെ ഫലമൊക്കെ മക്കൾ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ നെഗറ്റീവ് ശക്തികളുടെ യാത്രയാണ്. മാതാപിതാക്കളെ കുരുക്കി അവരുടെ നിയന്ത്രണത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അടുത്തവർ നോക്കുന്നത് അവരുടെ മക്കളെ ടാർഗറ്റ് ചെയ്യും. അപ്പൊ ഈ ലിങ്ക് വെച്ച് അടുത്ത മക്കളെ പിടിക്കുന്നത് ഒരു അവകാശമാണ്. രക്തബന്ധം എന്ന് പറയുന്നത് അവകാശമാണ്, നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ ഈ അവകാശത്താൽ അങ്ങോട്ട് പോയിരിക്കും. ഇനി അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ സ്വാധീനിച്ച് നിൽക്കുന്ന പല വ്യക്തികളെയും അവരിലൂടെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഈ നെഗറ്റീവ് ശക്തികൾ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് സ്വാധീനം കൊണ്ട് അതായത് മാനസിക അടുപ്പത്തിലൂടെയും ഒക്കെ അവരെയൊക്കെ സ്വാധീനിച്ചിരിക്കും. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇപ്പൊ പല വ്യക്തികളും കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചില കുടുംബത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ, നെഗറ്റീവ് ശക്തികളുടെ ശല്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കല്യാണത്തിന് മുമ്പ് വരെ എനിക്കൊരു കുഴപ്പമില്ല, ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആകെ പ്രശ്നങ്ങൾ, ദുശീലം, സ്ഥിരം അപകടം, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഭാര്യയാണെങ്കിൽ ഭർത്താവ് വന്നിട്ടുണ്ട്, ഭർത്താവാണെങ്കിൽ പുതിയൊരു ഭാര്യ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാര്യ കുടുംബത്തിലുള്ള നെഗറ്റീവ് ശക്തികളുടെ ശല്യം കൂടി ഈ വ്യക്തി സഹിക്കേണ്ടി വരും. ഇനിയിപ്പോ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള നെഗറ്റീവ് ശല്യങ്ങൾ കൂടി ഈ ഭാര്യ സഹിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ അകത്ത് ആന്തരികമായി സൂക്ഷ്മതലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ആർക്കും അറിഞ്ഞൂടാ. എല്ലാവരും നോക്കണം എന്താണ്? പുറമേ കാണുന്ന കാര്യം. നല്ലൊരു വീട്, നല്ല ജോലി, കൂടിയ ഉദ്യോഗസ്ഥർ, മറ്റേ അവിടുത്തെ ഓഫീസറാണ്, ഇങ്ങനെ അവിടുത്തെ സഹോദരൻ ഡോക്ടറാണ്, ഇതൊക്കെ നമ്മൾ നോക്കുള്ളൂ. ഒരിക്കലും ഇവരുടെ അകത്ത് മനസ്സിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തികളെ ആരും തിരിച്ചറിയുന്നില്ല. ഇതിൽ മെയിൻ സാധനമാണ് ഈ ലൈംഗിക ചിന്തകളും ഈ കാമചിന്തകളും. ഇത് പുറമേ ആരും കാണിക്കണം നിർബന്ധമൊന്നുമില്ല. അതിനെ അകമേ മാക്സിമം വളർത്താനായിട്ട് നമ്മുടെ മീഡിയാസിലൂടെയും പല മാർഗത്തിലൂടെയും ഇഷ്ടംപോലെ പിശാച് അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികൾ നല്ല സോഴ്സുകൾ ഇട്ടുവച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ ഇതെല്ലാം നമ്മളെ നെഗറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കുന്ന സിനിമകളാണ്. അപ്പൊ എത്രത്തോളം അതിലൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇരിക്കുമോ അത്രത്തോളം നമ്മൾ നെഗറ്റീവ് വളർന്നുകൊണ്ടിരിക്കും. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മെസ്സേജ് കേൾക്കുന്നവർ എത്രയാണ്? കുറച്ച് ആൾക്കാർ. അതേസമയം ഇത്തിരി അവിടെ അവിടെയൊക്കെ ശരീരത്തിന്റെ പല ഭാഗങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു പെണ്ണ് കിടന്ന് തുള്ളുന്ന ഒരു ചാനൽ ഒരു പെണ്ണ് തുടങ്ങിയാൽ ദിവസങ്ങൾ കൊണ്ട് ലക്ഷങ്ങളായിരിക്കും സബ്സ്ക്രൈബർ വരുന്നത്. അപ്പൊ അതിന് എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവിക കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ അറിയാനുള്ള ആൾക്കാരുടെ എണ്ണം അത്ര കുറവാണ്. കാരണം അതൊക്കെ പോസിറ്റീവ് ഒന്നും ആർക്കും അധികം വേണ്ട. പക്ഷെ ഇത് ഒരു 75-80% ആൾക്കാർക്ക് നെഗറ്റീവാണ് വേണ്ടത്. അപ്പൊ ഈ ഭൂമിയിൽ തന്നെ നെഗറ്റീവ് സ്വാധീനമാണ് ഇപ്പൊ കൂടി നിൽക്കുന്നത്.
അപ്പൊ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ മക്കളും പോയി പഠിക്കേണ്ടതെന്ന് വരെ ചിന്തിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് ബുദ്ധിപരമായ രീതിയിലോ നമുക്ക് ഗവൺമെന്റിന്റെ നിയമപരമായ രീതിയിലൊന്നും ഈ ആന്തരികമായി പ്രവർത്തിക്കുന്ന നെഗറ്റീവ് ശക്തികളെ തളയ്ക്കാനൊന്നും നമുക്ക് പറ്റൂല. ഇതിലൊരൊറ്റ മാർഗമേ ഉള്ളൂ. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ പോസിറ്റീവ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം പോസിറ്റീവ് ആവുക. അങ്ങനെ ആയാൽ നമ്മുടെ ഉള്ളിലൂടെ വരുന്ന അല്ലെ നമ്മളെ സ്വാധീനിക്കുന്ന പോസിറ്റീവ് ശക്തികൾ നമ്മളെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന അല്ലെ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന നമ്മുടെ ബാക്കിയുള്ളവരെയും അവരിൽ പ്രവർത്തിക്കും എന്ന സത്യം തിരിച്ചറിഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് പോസിറ്റീവ് ആകാൻ പറ്റൂ അത്രയും പോസിറ്റീവ് ആവുക. കാരണം പണ്ടൊരു ചൊല്ലൊക്കെ പറയുമല്ലോ, ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ആ മണം വരും എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. ഇത് നമ്മളിപ്പം വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ പോസിറ്റീവ് ആണോ, നമ്മുടെ മക്കളെ മാക്സിമം നമ്മളെ കൂടെ നിർത്താൻ നോക്കണം. ഒരിക്കലും വല്ല സ്ഥലത്തും കൊണ്ടുപോയി ഒരു ബാധ്യത പോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഫ്രീഡം കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് ദൂരെ കൊണ്ടുപോയി അവിടെ വലിയ പൈസയിൽ പഠിപ്പിച്ചാൽ ഇന്ന സ്ഥലത്ത് പോയി പഠിപ്പിച്ചാൽ അവൻ അവിടെ ഭയങ്കര ഉയർച്ച, സാമ്പത്തിക ഉയർച്ച വരുമായിരിക്കും. ചിലപ്പോൾ നല്ലൊരു ജോലി അതുവഴി കിട്ടുമായിരിക്കും. പക്ഷെ അവന്റെ ജീവിതം പല മേഖലയിൽ നശിച്ചു പോകും. ചിലപ്പോൾ പല രീതിയിൽ അവന്റെ അടുത്ത തലമുറ അല്ലെങ്കിൽ ആ മകളുടെ അടുത്ത തലമുറയായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത ലെവലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഭൗതിക തലത്തിൽ പുറമേ ഉള്ള കാഴ്ച നമ്മൾ കാണുന്നുള്ളൂ. അകമേ ഉള്ള ഈ വിഷയങ്ങളും പ്രശ്നങ്ങളും എനിക്കെന്നെ അറിയാന്നുള്ള എത്രയോ പേരുണ്ട്. പലരും വിളിച്ച് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്, ഇപ്പോഴും കുട്ടികൾ ഉണ്ടാവുന്നില്ല. കണ്ട, അപ്പൊ പണമുണ്ട്, നല്ല ജോലിയുണ്ട്, പക്ഷെ മക്കളുണ്ടാവുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മക്കളുണ്ടാവുന്നില്ല. ഇനി അവർക്ക് ഇനി വേറെ രീതിയിലൊക്കെ പോയാൽ ഇനി മക്കളുണ്ടാവുള്ളൂ. അപ്പോഴും ശരിക്കും സ്വന്തം അച്ഛനല്ലാതാവും, സ്വന്തം അമ്മയല്ലാതാവും. കണ്ട, അപ്പൊ അതിന്റെ വിഷമങ്ങളൊക്കെ വേറെയാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും നോക്കുന്നതല്ല ഈ ഭൗതിക തലത്തിലുള്ള സുഖവും ഭൗതിക വളർച്ച, ജോലി, പണം, ഇതിലേ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ മനസമാധാനം എന്ന് പറയുന്ന സെക്ഷനിലോട്ട് ആരും കൊണ്ട് ചിന്തിക്കുന്നില്ല. അത് ഇനി അങ്ങോട്ടും ആ ലെവലിലോട്ട് ആൾക്കാർ ചിന്ത വരും. അപ്പം അതാണ് നമ്മൾക്ക് ആദ്യം വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആകുക എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം അതാണ്. എത്രത്തോളം പോസിറ്റീവ് ആവോ ചിലപ്പോൾ വലിയ കൂടിയ ജോലി ഒന്നും വരൂലായിരിക്കും. നമ്മളെ മക്കൾക്ക് ഭയങ്കരമായിട്ടുള്ള കല്യാണമോ ഒന്നും ആയിരിക്കില്ല നടക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതവും എന്നും സമാധാനത്തിലായിരിക്കും. മാറാ രോഗങ്ങളൊന്നും ഇല്ലാതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം നമ്മളെ മക്കൾക്ക് കിട്ടും. അതിലൂടെ നമുക്കും അങ്ങനത്തെ ഒരു ജീവിതം കിട്ടും. അപ്പൊ ഇങ്ങനെ പല മേഖലകളിലും ദൈവം തരുന്ന സ്വർഗം, ആ സുഖം എന്ന് പറയുന്നത് അമിതമായ പണമോ ഭയങ്കരമായ ആർഭാടങ്ങളോ ഇതൊന്നുമല്ല. മനസമാധാനം ആയ ഒരു ജീവിതമാണ് ഭൂമിയിലെ സ്വർഗം എന്ന് തിരിച്ചറിയുക. നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ ആവണം എന്ന് ചിന്തിക്കുന്ന ഏതൊരു മാതാപിതാക്കളും സ്വന്തമായി പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക. നമ്മൾ പോസിറ്റീവായി മാറുന്ന നമ്മൾ എന്ന് പറയുന്ന മുല്ലപ്പൂ എവിടെ പോയി കിടക്കുമോ അവിടെയും ഒരു മണം വന്നിരിക്കും. നമ്മുടെ മക്കളും തന്നെ പോസിറ്റീവായി മാറിയിരിക്കും. പഠനം ഉപദേശിക്കൊന്നും വേണ്ട, ഭീഷണിപ്പെടുത്തണ്ട, വിരട്ടണ്ട, ഒന്നും ചെയ്യണമെന്നില്ല. നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ഉള്ളിലെ നമ്മുടെ പോസിറ്റീവായിട്ട് ചേർന്ന് അവിടെ ഫൈറ്റ് ചെയ്ത് ആ നെഗറ്റിവിറ്റിയെ തരണം ചെയ്ത് നിർത്തിക്കോളും. പോസിറ്റീവ് ചേർന്ന് കൂടുതൽ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. പിന്നെയും പോസിറ്റീവ് ആകുന്നതോറും അതും നമ്മളിലേക്ക് സ്വാധീനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാധീനം വന്ന് പിന്നെയും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുടുംബത്തിൽ മനസമാധാനം എന്നും കാണും. അതാണ് ദൈവം തരുന്ന സ്വർഗം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.